ചട്ടി നിറയെ നമ്മുടെയൊക്കെ വീട്ടിൽ കറ്റാർവാഴ വേണമെങ്കിൽ ഇതേപോലൊരു കുപ്പി എടുത്താൽ മതി കേട്ടോ. അപ്പം കുപ്പിയിൽ മാത്രമല്ല, സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നിറയെ നമുക്ക് ഒരു കറ്റാർവാഴയിൽ നിന്നും ഇതേപോലുള്ള കുറേ കുഞ്ഞുമക്കളെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, ഞാനിപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തു. ഏറ്റവും സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാസ്റ്റിക് കുപ്പി എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അനായാസം നടാവുന്നതാണ്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് നമുക്ക് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു തൈകൾ, കുഞ്ഞു മക്കളെ ഉണ്ടാക്കിയെടുക്കാം. ഒറ്റയൊരു ചോട് മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി സാധാരണയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നാലും നമ്മൾ ഇത് നട്ടു കൊടുത്തിട്ട് അധികം കെയർ ഒന്നും കൊടുത്തില്ലെങ്കിലും ധാരാളമായിട്ട് ഉണ്ടാകും കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഞാൻ ഇതിന് പോട്ട് മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ ഇതേപോലെ ഇപ്പോൾ ഒരു ചട്ടിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ, ഇല്ലെങ്കിൽ വേണ്ട ഈവൻ കുപ്പിയിൽ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ മാറ്റി നട്ടിരിക്കുന്ന ഒരു കറ്റാർവാഴ ഒരു കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഒരു കുപ്പിയിൽ ഞാൻ സാധാരണ നടുന്നതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ ലെയർ എന്ന രീതിയിൽ ഈ കുപ്പിയൊന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ കരികിലയില്ലേ, എന്ന് വെച്ചാൽ കരികില ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് വായുസഞ്ചാരം കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് ഒരു ടിപ്പ് മാത്രമാണ്. കരികില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് നല്ല ഇളക്കമുള്ള മണ്ണ്, അതുപോലെ തന്നെ കുറച്ച് മണൽ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം വീണ്ടും ഈ കരികില ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിപ്പം ഈ തൈകൾ ഒരു തൈ ഒന്ന് പറിച്ച് നടുക. ഇനിയിപ്പം വലിയ കുപ്പി വേണമെന്നില്ല, ഒരു ചിരട്ടയിലാണെങ്കിൽ പോലും നന്നായിട്ടുണ്ടാകാൻ വേണ്ടി ഒരു തൈ പറിച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ കണക്കിന് പിന്നെയും തൈകൾ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ തൈകൾ നിറഞ്ഞ് അതിനകത്ത് തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പുതിയ തൈകൾ കിട്ടത്തില്ല. ഇതിപ്പം എനിക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം, നമ്മൾ ആദ്യം ഒരു 10-20 തൈ കിട്ടിയായിരുന്നു. ആ തൈകൾ മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയ തൈകളാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ചട്ടി നിറച്ച് അതിൻ്റെ അകത്തോട്ട് ഇതേ കണക്കിന് തൈകൾ നട്ടു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ടെറസിലൊക്കെ പൂപ്പായലുണ്ടാവും. പൂപ്പായലാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അത് വെറുതെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൂപ്പായലെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ട്, അല്ലെങ്കിൽ കുറച്ച് ചരൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോട്ടി മിക്സ് എന്നുള്ള രീതിയിൽ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇതേപോലെ കണക്കിന് ഒരു തൈ അല്ലെങ്കിൽ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു തൈ മതി നമുക്ക് വീണ്ടും പ്ലാന്റ് ഉണ്ടായി. ഇനി ഇതിന് വളങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഞാൻ 2-3 പ്രാവശ്യം മാത്രം വെള്ളം ഒഴിക്കുകയുള്ളൂ. ഓവർ വാട്ടറിങ് വന്നിട്ടുണ്ടെങ്കിൽ വേര് ചീഞ്ഞു പോകും. പിന്നെ സ്ലറികൾ, നമ്മൾ ഇപ്പം ഈ പച്ചക്കറി വേസ്റ്റിൻ്റെയൊക്കെ അതൊന്ന് മിക്സിയിലായിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് 1.5 ഗ്ലാസ് നമ്മൾ മാസത്തിൽ 1-2 തവണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ വാട്ടറിങ് ആയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ വളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വളരുമൊന്നുമില്ല കേട്ടോ. അപ്പം കൂടുതൽ വാട്ടർ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നട്ടതിന് ശേഷം അധികം വെയിലും ഇല്ല, എന്നാൽ കൂടുതൽ ഇരുട്ടുമുള്ള ഭാഗത്ത് വെക്കരുത്. ഒരു ചെറിയൊരു ഷെയ്ഡിലേക്ക് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.